മോളെ, കാറും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. അച്ഛൻ ആകെ പേടിച്ചു പോയി. എവിടെ പോയതായിരുന്നെന്ന് പറ. എന്താ മോളെ മിണ്ടാതെ പോകുന്നേ? ആ കുട്ടി ഇനിയും മരിച്ചിട്ടില്ല. അവള് നിന്നോടൊപ്പമുണ്ട്. ആ നായിയുടെ ആത്മാവ് നീ ആ കുട്ടിയാണെന്ന് വിചാരിക്കുന്നു. ആ 3 പേരെയും നിന്നെ വെച്ച് കൊല്ലാനാണ് ആ നായി വിചാരിക്കുന്നത്. അല്ല സാറേ, നിങ്ങൾ തന്നതേ 3 ത്രെഡ് മുടിയാ. 1980 മോഡലാ. വിളിച്ചാ മതി. പറയൂ രവി. സാറ് പറഞ്ഞ വണ്ടി വെച്ച് നോക്കുമ്പോൾ ആകെ 2 വണ്ടി ഈ സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ളൂ. അതിലൊന്ന് 1 വർഷം മുമ്പേ ഡെമോളിഷ് ചെയ്ത് സ്ക്രാബിലേക്ക് പോയി. മറ്റേ വണ്ടി മധുരവായിൽ പവിഴം എന്ന പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് സാറിനെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. കുമാർ, വണ്ടി മധുരവായിലേക്ക് വിട്. ഓക്കെ സാർ. യെസ്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ കാറിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. നട്ടപ്പാതിരയ്ക്ക് അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? നീയും അയാളും തമ്മിൽ എന്താ ബന്ധം? അവനെ എന്തിനാ കാറ് കയറ്റി കൊന്നത്? കാറ് കയറ്റി കൊന്നത് ആരാന്ന് സത്യമായിട്ടും എനിക്കറിയില്ല സാർ. വേറെ ആരെയോ കൊണ്ടുവരേണ്ട അടുത്ത് എന്നെ തെറ്റിദ്ധരിച്ച് കൊണ്ടുവന്നിരിക്കുക സാർ. എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല സാർ. നീ എന്താ ആള് കൊരങ്ങളിപ്പിക്കുക? എന്ത് പൊട്ടത്തരോടെ കാണിക്കുന്നത്? മേളിൽ നിന്ന് എന്ത് ഫോഴ്സാന്നറിയാം. എനിക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ആ കൊന്നിരിക്കുന്നത്. സാർ, ആ കൊലപാതകത്തെ പറ്റി തന്നെയാണ് എനിക്കൊരു നടക്കുന്നത്. ആരോടെ പെണ്ണ്? ആ ബംഗാളിയെ കാർ കയറ്റിക്കുന്നത് ഇവൾ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. സാർ, ഞാനൊന്നും സംഭവം ചെയ്തില്ല സാർ. നടന്നെടുത്തുനിന്ന് ഒരു കാറിന്റെ റേഡിയേറ്റർ മൂടി കിട്ടിയിട്ടുണ്ട് സാർ. അത് ഇവളുടെ കാറിന്റെ ആണ്. സാർ, സത്യമായിട്ട് എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല സാർ. കിടന്ന് മോങ്ങാതെ. എന്താന്ന് വെച്ചാ പറ. പാതിരാത്രിക്ക് വീടിന്റെ മതില് ചാടി കയറി വീട്ടിൽ ഉറങ്ങിക്കിടന്ന് എന്നെ എൻക്വയറി ആന്നും പറഞ്ഞ് അടിച്ചു വലിച്ചോണ്ട് വരായിരുന്നു സാർ. കണ്ടില്ലേ സാർ, നൈറ്റ് ഡ്രസ് പോലും മാറാൻ സമ്മതിച്ചില്ല. ഇക്കാര്യം എന്റെ അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല സാർ. അച്ഛൻ എന്നെ കാണാതെ തേടുന്നുണ്ടാവും സാർ. ഞാനും അച്ഛനും കൂടി ചേർന്ന് കഷ്ടപ്പെട്ട ഒരു കോൾ ടാക്സി കമ്പനി തുടങ്ങിയതാ. ഏതോ ഒരു അടപ്പെടുത്തോണ്ട് വന്ന് എന്നെ സംശയിക്കുക സാർ. എന്റെ കയ്യിലുള്ളത് ഒരു പഴയ വണ്ടിയാ സാർ. അത് പോകുന്ന വഴിക്കൊക്കെ ഓരോന്നും അടന്ന് വീണോണ്ടിരിക്കും എന്നും പറഞ്ഞ് ഈ ഏരിയയിൽ നടക്കുന്ന കൊലയ്ക്കൊക്കെ ഞാനാണോ കാരണം? സാറ് വേണമെങ്കിൽ ആ മൂടി ഒന്ന് വാങ്ങി നോക്ക്. ആ സാധനം എന്ത് കാണിച്ചേ? എടുക്ക്. ഓരോരോ കേസുകളിൽ ഉണ്ടായിക്കൊണ്ട് ഒരു മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി അവനെ കാറ് കയറ്റി കൊന്നത് ഞാനാണ്. എന്താണോ ഇത്? ഇതാണോ എവിഡൻസ്? കണ്ടോ സാർ, ഇതൊക്കെ ഒരു എവിഡൻസ് ആണോ? അതൊക്കെ പോട്ടെ സാർ. കാറ് കയറ്റി കൊന്നിരുന്നെങ്കിൽ മർഡർ നടന്ന സ്പോട്ടിൽ കാറിന്റെ ടയറിന്റെ പാടുണ്ടാവില്ലേ? അത് എന്റെ കാറിന്റെ ടയറുമായിട്ട് മാച്ച് ആവണ്ടേ? അത് ഈ സാർ ചെക്ക് ചെയ്തൊന്ന് ചോദിക്കും സാർ. ചെക്ക് ചെയ്തില്ലേ? ചെക്ക് ചെയ്തു സാർ, പക്ഷേ ടയർ മാർക്സ് മാത്രം മിസ്മാച്ച് ആവുന്നു സാർ. ടയർ മാർക്സിന്റെ എവിഡൻസ് എവിടെ? അതെങ്ങനെ മാച്ച് ആവാനാ? ഞാൻ ആ ടയർ മാറ്റിയില്ലേ? പോലീസ് സ്റ്റേഷനകത്ത് എന്താണോ ഇത്? ഈ പാട് മാച്ചാവുന്നില്ലല്ലോ. ഒരു പ്രോപ്പർ എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻക്വയറി ചെയ്യില്ലേ? സാർ, അതന്നെയാ സാർ ഞാനും ചോദിക്കുന്നത്. ഒരു ലേഡി പോലീസ് പോലും ഇല്ലാതെ ഒരു പെണ്ണിനെ ഇങ്ങനെയാണ് എൻക്വയറി ചെയ്യുന്നത്. ഇങ്ങനെ എന്നെ ഉപദ്രവിച്ച ഞാൻ പ്രസിലും മീഡിയയിലും ഒക്കെ കംപ്ലൈന്റ് ചെയ്യും. ശരി ശരി, നിങ്ങൾ നോക്കോ. ഞാൻ ദയവ് ഇത് പറയാണ്, എന്നെ വിട്ടേക്ക്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. സുഹൃത്തെ, ഇനിയും 2 പേരോടുണ്ട്. പറ്റുമെങ്കിൽ രക്ഷിച്ചോ. നിന്നെ കൊണ്ട് സത്യം പറയിക്കാതെ വെടിലടി. സാർ, നോക്ക് സാർ, വീണ്ടും വീണ്ടും തലയ്ക്കുന്ന സുഖമില്ലേ? നിങ്ങൾ നോക്കോ ഇവിടുന്ന്.
സാർ ഇത്രയും തെളിവുകളുണ്ടായിട്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സാർ. ഈ മൂടിയും ആ മാർക്കും കൊണ്ടൊരു പ്രയോജനം ഇല്ലാണ്ടായി. അവൾ പറഞ്ഞ ആ രണ്ടുപേരാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അവൾ അവിടെ കുടുങ്ങും. ഓ ബിഷ്ക, ഒരു കോയിൻ പോലും ഇതിനകത്തില്ല. ഇതെന്താ മോളെ അച്ഛൻ എല്ലാം അടിച്ചു കളഞ്ഞത്? എന്റെ മോടെ കോയിൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് എന്തു പറ്റി? എന്നും അച്ഛൻ തന്നെയാണല്ലോ വിന്നറെ. എന്താന്നറിയില്ല, റെഡ് കോയിൻ അടിക്കാൻ നേരത്ത് മാത്രം മനസ്സ് പടപടാന്ന് അടിക്കുന്നത്. എന്താ പറഞ്ഞത്? റെഡ് കോയിൻ അടിക്കുമ്പോ മാത്രം നെഞ്ചിലൊരു പടപടപ്പ്. ഹലോ, ആ പവഴൻ ടാക്സി തന്നെയാ, പറഞ്ഞോ. കുറച്ച് നാളത്തേക്ക് വണ്ടി വരില്ല, ഞങ്ങൾക്ക് കുറച്ച് ജോലികളുണ്ട്. ഡോറ, ആദ്യമായിട്ട് സബ്വേയിൽ കാർ കയറ്റി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആദ്യമായിട്ട് സബ്വേയിൽ കാർ കയറ്റി കൊന്നപ്പോൾ ഹാർട്ട് ബീറ്റ് അടിച്ചു. പിന്നെ അതിനു മുമ്പ് ആദ്യമായിട്ട് കാർ വാങ്ങാൻ പോയപ്പോൾ അപ്പോഴും ഹാർട്ട് ബീറ്റ് അടിച്ചു. പക്ഷേ അവിടെ എന്തിനാ അടിച്ചെന്നറിയില്ലല്ലോ. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെങ്കിൽ ഒരു ഹോണടി, അല്ലെങ്കിൽ 2 ഹോണടി. ഡോറ, അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഡോറ, കാറ് വാങ്ങിയ സ്ഥലത്ത് റോഡ് സൈഡ് CCTV ഫുട്ടേജ് വാങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ അന്വേഷിക്കുന്ന ആളുണ്ടോ എന്ന് പറയോ? ഇപ്പൊ കാണിക്കാം. ഇവനാണോ? मैं गिंडी में पानी पूरी बेचता हूँ, पेरेम बकम हाउसिंग बोर्ड में।